ഇതിലിപ്പോൾ പരാതി നൽകിയ ദിനു വെയിൽ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ദിനു, ഇതിലിപ്പോൾ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് അടൂരിനെതിരെ കേസെടുക്കേണ്ട, അത്തരത്തിൽ അധിക്ഷേപിച്ചിട്ടില്ല എന്ന മറ്റുള്ളൊരു നിയമോപദേശമാണ് ലഭിച്ചതെന്ന് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് താങ്കളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ? പരാതിക്കാരൻ എന്ന രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള മറുപടിയും എനിക്ക് ലഭിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന മറുപടിക്ക് അനുസരിച്ച് തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കാൻ വേണ്ടി പറ്റുക അത് നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കാനാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം ഈ വിഷയം സംസ്ഥാന പട്ടികജാതി കമ്മീഷന്റെ പരിഗണനയിൽ കൂടിയാണ്. അപ്പം കമ്മീഷന്റെയും ഈ വിഷയത്തിലെ ഇടപെടലുകൾ എന്താണെന്നുള്ളത് നോക്കിക്കാണുകയാണ്. വളരെ കൃത്യമായി അടൂർ പറഞ്ഞ പരാമർശങ്ങൾ ദളിത് സ്ത്രീവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നിലവിൽ SC/ST അട്രോസിറ്റി ആക്ടിന്റെ പർവ്യൂവിൽ വരുന്ന ഇൽവിൽ എന്ന് പറയുന്ന കാര്യത്തെ അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ് പരാതിക്കകത്ത് ഞാൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന വാദം എന്ന് പറയുന്നത്. അപ്പോൾ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുടെ സാധ്യതകൾ പരിശോധിക്കുന്നതാണ്. പോലീസ് കേസെടുത്തില്ലെങ്കിലും പട്ടികജാതി കമ്മീഷൻ ഇതിൽ കേസെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നുള്ള രീതിയിൽ ഇതിനകത്ത് കേസെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യം കമ്മീഷനും പരിശോധിക്കുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് മറ്റെന്തൊക്കെ നിയമസാധ്യതകളാണ് എന്നുള്ള കാര്യം നോക്കുന്നതാണ്. ഒരുപക്ഷെ ഇത്തരം നിയമോപദേശങ്ങളോ പ്രിലിമിനറി എൻക്വയറികളോ ഒക്കെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതാണ്. പക്ഷെ ഏതെങ്കിലും ഒരു ബിന്ദുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഏതെങ്കിലും പട്ടികജാതി വിഭാഗത്തിലെ ആൾക്കാർക്കെതിരെയാണ് പരാതികളെങ്കിൽ ഇത്തരത്തിൽ യാതൊന്നുമില്ലാതെ ഉടനടി പിടിച്ച് കസ്റ്റഡിയിലിടാനും ഉടനടി അവർക്ക് കേസെടുക്കാനും ഒക്കെ തന്നെ പോലീസ് ഫോഴ്സിന് വളരെ ഉത്സാഹമാണ്. അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളാവുന്ന സമയത്താണ് നിയമോപദേശമൊക്കെ നേടി വളരെ നീണ്ട പ്രൊസീജിയേഴ്സിലേക്ക് അത് പോകാനുള്ള സാധ്യതകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കൃത്യമായി ഞാൻ പരാതിക്കകത്ത് ഉന്നയിച്ച വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. താങ്കൾ ഇപ്പോൾ പരാതി നൽകിയിട്ട് ഇത്ര ദിവസമായല്ലോ, എന്നിട്ടും അതിൽ ഈ പറഞ്ഞതുപോലെ നിയമോപദേശം കാത്തു നിൽക്കുകയായിരുന്നു. താങ്കൾക്ക് ഇതുവരെ എന്തെങ്കിലും മറുപടി ലഭിച്ചിരുന്നോ അവിടെ നിന്ന്? ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ വിളിക്കാം എന്ന് പോലീസ് നിരന്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ യാതൊരു ഫോൺ കോണ്ടാക്റ്റും ഇങ്ങോട്ടേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ തന്നെ 3 തവണ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിക്കേണ്ടി വന്നു. എന്നിട്ടും അവസാന സമയത്ത് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കാതിരിക്കുകയും അവസാന സമയത്ത് വിളിച്ച സമയത്താണ് നിയമോപദേശം തേടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. മറുഭാഗത്തൊരു പ്രബലനായതുകൊണ്ട് തന്നെ ആ സംരക്ഷണം എന്ന് തന്നെ കരുതണം, അല്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായത്തെ, കേരളത്തിനകത്തെ മുന്നോക്ക സമുദായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സമുദായത്തെ കുറിച്ച് ഏതെങ്കിലും ഇതര സമുദായത്തിൽപ്പെട്ട വ്യക്തികളാണ് ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. സമുദായ വിദ്വേഷം എന്ന പേരിൽ വളരെ എളുപ്പത്തിൽ അവർക്കെതിരെ കേസെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വളരെ നന്ദി ശ്രീ ദിനു വെയിൽ. ഏതായാലും നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ദിനു പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഔദ്യോഗികമായി അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. റോഷിപാൽ, അതാണ് ദിനു പറയുന്നത്. പരാതി നൽകി ഇത്രയും ദിവസമായി, അതിൽ ഒരു തുടർ നടപടികളും എടുക്കുന്നില്ല. മാത്രമല്ല പരാതിക്കാരൻ അങ്ങോട്ട് തന്നെ വിളിച്ചിട്ടും ഒരു മറുപടിയും ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ മാത്രം ഈ നിയമോപദേശം തേടുന്നതൊക്കെ എന്തിനാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. വിനിത, ഇക്കാര്യത്തിൽ പോലീസ് കൃത്യമായി സമയമെടുത്ത് അത് സംബന്ധിച്ച നിയമോപദേശം തേടി. പോലീസിന് അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്നതിന് സൂചനയായി വേണമെങ്കിൽ നമുക്ക് അതിനെ വിലയിരുത്താം. സാധാരണ ഇത്തരം പരാതി വന്നാൽ ദിനു വെയിൽ പറഞ്ഞതുപോലെ തൊട്ടു പിന്നാലെ തന്നെ അത് പരിശോധിച്ചത് അത് യാഥാർത്ഥ്യമാണോ എന്ന് അതിൻ്റെ തൊട്ടു പിന്നാലെ FIR രജിസ്റ്റർ ചെയ്യുന്നതാണ് പതിവ്. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ വന്നപ്പോൾ അത് നിയമോപദേശം തേടുന്നു, അന്വേഷിക്കാനുള്ള സമയമെടുക്കുന്നു. കാരണം കൃത്യമായി എല്ലാ രാഷ്ട്രീയ നേതാക്കളും, അത് ഭരിക്കുന്ന പാർട്ടിയെ നയിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് ഇങ്ങനെ ദളിത് വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുമ്പോൾ പോലും ആ പാർട്ടിയുടെ നേതൃത്വം നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴിലുള്ള ഈ പോലീസിന് എന്തുകൊണ്ടാണ് അതിൽ തെറ്റില്ല എന്ന് കണക്കാക്കാൻ കഴിയുന്നതെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. സംസ്ഥാനത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ നേതാക്കളും ഒരുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ തിരുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലീസിന് ഇത് തെറ്റാണെന്ന് ബോധ്യമായിട്ടില്ല എന്നാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അടൂർ ഗോപാലകൃഷ്ണനെതിരെ കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. ഇപ്പോൾ വനിതാ സംഘടനകൾ, WCC അടക്കമുള്ള പെൺകൂട്ടടക്കമുള്ള സംഘടനകൾ പരാതിയുമായി വനിതാ കമ്മീഷനെ സമീപിച്ചതായുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇനി വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ നടപടിയെടുക്കുമോ എന്നതാണ്. കാരണം പട്ടികജാതി വിഭാഗത്തെ മാത്രമല്ല സ്ത്രീകളെയും അടൂർ ഗോപാലകൃഷ്ണൻ അധിക്ഷേപിച്ചിട്ടുണ്ട്. കാരണം പട്ടികജാതി വിഭാഗത്തിനും സ്ത്രീകൾക്കും സിനിമ നിർമ്മിക്കാനായി നൽകുന്ന ഫണ്ട് സംബന്ധിച്ചാണ് ഇങ്ങനെ ഒരു അധിക്ഷേപം അടൂർ ഗോപാലകൃഷ്ണ ഭാഗത്തുണ്ടായത്. സർക്കാർ പുതുമുഖങ്ങളായ നവാഗതരായ പട്ടികജാതി വിഭാഗക്കാരെയും ഒപ്പം സ്ത്രീകളെയും പ്രോത്സാഹിപ്പിക്കാൻ, സിനിമാ മേഖലയിലെ മുൻനിരയിലേക്ക്
കൊണ്ടുവരാനാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് രൂപം നൽകിയത്. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിവർഷം 4 പേർക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത്, 1.5 കോടി രൂപ വീതം വെച്ച്. അങ്ങനെ 1.5 കോടി രൂപ അത് വിഭജിച്ച് അത് 50 ലക്ഷം രൂപ വീതം 3 പേർക്ക് നൽകണമെന്നും ഈ സിനിമ എടുക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്ന ഒരു ആവശ്യമാണ് അടൂർ ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വെച്ച്. മാത്രമല്ല ഈ തുക അത് നികുതി പണമാണെന്ന ബോധ്യമുണ്ടാകണം ആ പണം നൽകുമ്പോൾ എന്നടക്കമുള്ള രീതിയിൽ കൃത്യമായ അധിക്ഷേപമാണെന്ന് അവിടെ ഉണ്ടായിരുന്ന സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയായ പുഷ്പവതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവിടെ അടൂർ ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് മറ്റ് സംഘടനകളൊക്കെ അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നതും. അത് മന്ത്രിമാരടക്കം അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ